നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 കിടിലൻ കമ്പനികളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഒക്കെയുള്ള അവസരങ്ങൾ. 3 മൾട്ടിനാഷണൽ കമ്പനികൾ. ഒന്ന് HCL ടെക് ആണ്. HCL ടെക് തിരുവനന്തപുരത്തേക്കൊക്കെയുള്ള ഒരു ഹയറിങ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം മധുരയിലേക്ക് മറ്റൊരു വമ്പൻ ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിപ്രോയിലേക്കുള്ള ഒരു ഹയറിങ്. വിപ്രോയിലേക്ക് ഡിഗ്രിക്കാർക്ക് PG പഠനം വിപ്രോയുടെ സ്പോൺസർഷിപ്പുള്ള ഒരു അവസരം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഡിപ്ലോമക്കാർക്ക് അവരുടെ ബിടെക് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിച്ചുകൊണ്ട് വിപ്രോ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഗൂഗിളിൽ കിട്ടുക അത്ര എളുപ്പമല്ല, എന്നാൽ ഗൂഗിളിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വിവിധ മേഖലകളിൽ ഡിജിറ്റൽ ബിസിനസ് മാർക്കറ്റിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ ഡാറ്റ അനലറ്റിക്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇന്റേൺഷിപ്പ് ഗൂഗിളിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുവാൻ സഹായകരമായ ഒരു റിക്രൂട്ട്മെന്റ്, അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ടോപ്പ് കമ്പനികളിലൊക്കെ അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അത് ഞാൻ വിപ്രോയിലെ അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഈ റിക്രൂട്ട്മെന്റ് പേര് സ്കൂൾ ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഈ സ്കൂൾ എന്നൊക്കെ പേരിട്ടേക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അത് വിപ്രോയുടെ സ്പോൺസറിൽ. അതിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാ നോക്കുക, 30-ാം തീയതി ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിന്റെ എലിജിബിലിറ്റി അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ പേ പാക്കേജ് ഒന്ന് സൂചിപ്പിക്കാം. ഫസ്റ്റ് ഇയറിലൊക്കെ പെർ മന്ത് 12,400 ആണെങ്കിൽ, ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ പെർ മന്ത് 19,618 പെർ മന്ത് ആയിരിക്കും പേ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇത് സ്കൂൾ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഇതിന്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് 10th-ലും 12th-ലും ഒക്കെ പാസ് മതി. ഡിപ്ലോമക്കാർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ഡിപ്ലോമയ്ക്ക് 50% മാർക്ക് വേണം. അത് 2024-25 വർഷങ്ങളിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഈ ഒരു അവസരമുണ്ട്. ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെയുള്ള 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമ. അത് 24-ലും 25-ലും കഴിഞ്ഞവർക്കാണ് അവസരം. ഡിപ്ലോമയ്ക്ക് 50% മാർക്ക് നേടിയിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിപ്രോയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ ബിടെക്, അതും ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്, അതായത് ഇന്ത്യയിലെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ ബിടെക് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഇവിടെ ലഭ്യമാണ്. അപ്പൊ ഇത് ഇനി മറ്റ് ക്രൈറ്റീരിയയും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ബിസിനസ് മാൻഡേറ്റഡ് ടു ഹാവ് സ്റ്റഡീഡ് കോർ മാത്തമാറ്റിക്സ്. ഡിപ്ലോമയ്ക്ക് കോർ മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കുന്നവരായിരിക്കണം. ഡിപ്ലോമ ഫുൾ ടൈമിൽ കഴിഞ്ഞവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവരെ അപ്ലൈ ചെയ്യേണ്ടതായ കാര്യമില്ല. അതുപോലെ മിനിമം 18 വയസ്സ് കാണണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിപ്ലോമ 24-ലും 25-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. എങ്ങനെയായിരിക്കും സെലക്ഷൻ? ആദ്യം ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട് 80 മിനിറ്റ്സിന്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് അസസ്മെന്റ് ഉണ്ട്, ബിസിനസ് ഡിസ്കഷൻ ഉണ്ട്, അതായത് ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ പ്രീ സ്കില്ലിംഗ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരും. അങ്ങനെയാണ് സെലക്ഷനിൽ നിങ്ങളെ എടുക്കുക. അപ്പൊ അതാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ്. അപ്പം വിപ്രോയില് ഡിപ്ലോമ അത് 2024-ലും 25-ലും കഴിഞ്ഞവർക്ക് ബിടെക് വിപ്രോയുടെ സ്പോൺസറിൽ പഠിക്കുന്നതിനോടൊപ്പം ശമ്പളത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാം. ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതി ഓഗസ്റ്റ്. അതായത് നമുക്ക് HCL-ലേക്കുള്ള ഒരു ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. HCL ടെക് മധുരയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് എഞ്ചിനീയേഴ്സിനും MCA-ക്കാർക്കും MSc-ക്കാർക്കും ഒക്കെയുള്ള ഹയറിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2025-ൽ പാസ് ഔട്ട് ആയിട്ടുള്ള ബിടെക്കുകാർ, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകളിൽ ബിടെക് കഴിഞ്ഞവർ, അതുപോലെ MCA-ക്കാർ, അതേപോലെ MSc-ക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന അവസരമാണ്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് HCL ഹയർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 65% 10th-ലും 12th-ലും
ഡിഗ്രിക്കും അതേപോലെ PG ആണ്, PGക്കും 65% മാർക്ക് ത്രൂ ഔട്ട് അക്കാഡമിക്സ് നേടിയിരിക്കണം. മധുരൈ മാത്രമല്ല, ഇന്ത്യയിൽ എവിടേക്കും റീലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം 2025 BE BTech MCA MSc കഴിഞ്ഞവർക്ക് HCL ടെക്കിലെ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി തസ്തികയിലേക്കുള്ള ഹയറിംഗ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ടെക്നോളജി കമ്പനികളിലൊന്നായ ഗൂഗിളിലേക്ക് ഒരു ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്റ്റംബർ 14 വരെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഓർക്കുക, വിവിധ മേഖലകളിൽ ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, ഡിജിറ്റൽ ബിസിനസ് മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ട്. ഈ 4 മേഖലകളിൽ ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമാണ് ഗൂഗിൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആർക്കൊക്കെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്? ഓരോന്നിൻ്റെ എലിജിബിലിറ്റി വ്യത്യസ്തമാണ്. ഞാൻ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് മാത്രം ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ വന്നിട്ട് മറ്റ് വേക്കൻസികളുടെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഡാറ്റ അനലിറ്റിക്സ് ഇതിലെ അവസരം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഈ ഡാറ്റ അനലിറ്റിക്സ് അപ്രന്റീസ്ഷിപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. പക്ഷേ സെപ്റ്റംബർ 14 നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് ഹൈദരാബാദിലേക്കാണ്, അതേപോലെ ബാംഗ്ലൂർ, 2 ലൊക്കേഷനിലാണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ഇന്റേൺഷിപ്പ് അവസരം ലഭ്യമായിരിക്കുന്നത്. ആർക്കായിരിക്കും ഈ ഡാറ്റ അനലിറ്റിക്സ് ഈ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? 1-2 കാര്യം ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രയർ ആയിട്ട് ഗവൺമെൻറ് അപ്രന്റീസ്ഷിപ്പ് ഒന്നും അപ്ലൈ ചെയ്തവർ അപ്ലൈ ചെയ്യേണ്ടതില്ല. അതേപോലെ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പരും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ എലിജിബിലിറ്റിയിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഓർക്കുക, ഹൈദരാബാദിൽ മാത്രമല്ല, ഹൈദരാബാദ്, ബാംഗ്ലൂർ, അതേപോലെ ഗുഡ്ഗാവ്, അതായത് ഡൽഹിയുടെ അടുത്ത്, അതുപോലെ മുംബൈ, ഇത്രയും 4 ലൊക്കേഷനുകളിൽ ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് അവസരമുണ്ട്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരോ അല്ലെങ്കിൽ അതിന് തുല്യമായ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ആർക്കും അപ്ലൈ ചെയ്യാം. ഈ കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഡാറ്റ അനലിറ്റിക്സിൽ 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതായത് എക്സ്പീരിയൻസ് വേണമെന്നില്ല, ഇനി ഉണ്ടെങ്കിൽ പോലും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. കാരണം ഇതൊരു ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആവശ്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗൂഗിൾ വർക്ക് സ്പേസ്, അതായത് ജിമെയിൽ, ക്രോം, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റിലൊക്കെ ഒരു അത്യാവശ്യം ഐഡിയ കാണും. എക്സ്പീരിയൻസ് വിത്ത് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യണം. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. അതാണ് ബേസിക്. പിന്നെ പ്രിഫേർഡ് ആയിട്ട് SQL പ്രോഗ്രാമിംഗ് അറിഞ്ഞാൽ നല്ലതാണ്. ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ച് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചില ബേസിക് ആയിട്ട് എക്സലന്റ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രിഫേർഡ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മിനിമം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കോ അപ്ലൈ ചെയ്യാം. ഗൂഗിൾ വർക്ക് സ്പേസ് നന്നായിട്ട് അറിയണം, ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് ഈ അപ്രന്റീസ്ഷിപ്പിന്റെ ഡീറ്റെയിൽസ്? അതെല്ലാം ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് ഈ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കാം. ഒരു അപ്രന്റീസ്ഷിപ്പ് കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇതും ഗൂഗിളിൽ തന്നെ ലഭ്യമായിരിക്കുന്നതാണ്. പല മേഖലകളിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. പ്രൊജക്ട് മാനേജ്മെന്റിലുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് മാർക്കറ്റിലുണ്ട്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ. ഇതും മാർച്ചിലാണ് നടക്കുന്നത്. 4 ലൊക്കേഷനിലേക്കാണ്. സെപ്റ്റംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇവിടെയും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഇത് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇവിടെയും 1 ഇയറിൽ താഴെ പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ്, അതായത് ജാവ, പൈതൺ, C++ ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജിലൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഗൂഗിൾ വർക്ക് സ്പേസ് ഒക്കെ നന്നായിട്ട് അറിയണം. ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതൊക്കെയാണ്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വന്നേക്കാം. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ നോക്കുക, 3 ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിലെ അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലൊക്കെ സൗജന്യമാണ്. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരമാണ്, പ്രത്യേകിച്ച് ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ജോലികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല്. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.